ഭീഷണിപ്പെടുത്താനോ? അതെ. ചില സമയത്തെ പൂർണിമയുടെ പെരുമാറ്റത്തില് അവരോട് എന്തോ ഒരു പേടിയുള്ളവർ എനിക്ക് തോന്നാറുണ്ടേ. നമ്മളിൽ നിന്നെല്ലാം പൂർണിമ മറച്ചു വെച്ചിരിക്കുന്ന അവരുടെ എന്തോ ഒരു രഹസ്യം ഈ ദുർഗയ്ക്കും കിരണിനും അറിയാം. അത് ഉറപ്പാ. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഓ ഏടി മണ്ടി. നീ ഇപ്പം കിരണിനും ദുർഗയ്ക്കും മാത്രം അറിയാവുന്ന ആ രഹസ്യം നമ്മക്കറിയാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. ആ കാര്യം ആയുധമാക്കി നമുക്ക് പൂർണിമയെ നമ്മളെ വരുതി കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെ? നമ്മൾ എങ്ങനെ രഹസ്യം കണ്ടെത്തും? അതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ടാസ്ക്. അതിനെ നമുക്ക് ആ ദുർഗയുടെയും കിരണിന്റെയും എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കണം. അവരിലൂടെ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കണം. ഐഡിയ ഒക്കെ കൊള്ളാം. ഇതും പറഞ്ഞ് ഇവിടെ കയറി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ചെന്നാ ദുർഗയും കിരണിനെയും നിരീക്ഷിക്കും. നീ എന്റെ അടുത്ത് കൂടുതൽ ഓർഡർ ഇടാനൊന്നും വരണ്ട. എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. അവള് വന്നേക്കുന്നു. പിണങ്ങല്ലേ എന്റെ സഹദേവേട്ടാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മര്യാദയ്ക്ക് പറ. ഹലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ? സോറി, വീട്ടിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫംഗ്ഷനിലായിരുന്നു. എത്ര ശ്രമിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. അപ്പോ നീ ഞാൻ പറഞ്ഞത് ഒഴിവാക്കിയല്ലേ? ഒരിക്കൽ എന്നെ അനുസരിക്കാമെന്ന് വാക്ക് പറഞ്ഞ് എനിക്കൊപ്പം ചേർന്ന പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് അടിമയായിരിക്കുമെന്ന് അറിയാലോ? അറിയാം. ഇനി ആവർത്തിക്കില്ല. അവസാനമായി ഒരു വാണിംഗ് കൂടി ഞാൻ തരുന്നു. ഇനി ഒരിക്കൽ കൂടി നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാ പിന്നെ എന്റെ കോൾ വരാൻ പോകുന്നത് പൂർണിമയ്ക്കായിരിക്കും. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ഞാൻ ഇനിയും നോക്കിക്കൊള്ളാം. ആവർത്തിക്കാതെ നോക്കിയേ പറ്റൂ. അറിയാലോ നിനക്കെന്നെ നശിപ്പിക്കും ഞാൻ. ഈ ഒരു കാര്യം പറഞ്ഞ് ഇനി എനിക്ക് നിന്നെ വിളിക്കേണ്ടി വരരുത്. വന്നാൽ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഗുഡ്. എന്താ പൃഥ്വി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇനി ഒരിക്കൽ കൂടി നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാ പിന്നെ എന്റെ കോൾ വരാൻ പോകുന്നത് പൂർണിമയ്ക്കായിരിക്കും. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും പൂർണിമ ചേച്ചിക്ക് കിരണിനോട് നല്ല സ്നേഹമുണ്ട്. കിരൺ ചേച്ചിയുടെ അനുജനാണെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ ചേച്ചി ഇന്ന് നമുക്ക് വേണ്ടി മഴ കരുതിയത്. അതെ, ആ ചടങ്ങിൽ നമ്മളെ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. എന്നിട്ടും ചേച്ചി നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് വാശി പിടിക്കുക ചെയ്തത്. സത്യം പറയല്ലോ ദുർഗെ, ചേച്ചിയെ വിഷമിപ്പിക്കേണ്ടി വരുന്നതില് എനിക്ക് ശരിക്കും വിഷമമുണ്ട്. കിരൺ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ചെയ്യുന്നതിനെല്ലാം വ്യക്തമായ കാരണമുണ്ട്. പിന്നെന്താ? ഞാനൊരു സംശയം ചോദിച്ചാ ദുർഗ എന്നെ കളിയാക്കോ? എന്താ കിരൺ? അല്ല, ഇന്നിവിടെ നടത്തിയ ഈ ചടങ്ങ് വിവാഹം കഴിക്കുന്ന എല്ലാരും ചെയ്യുന്നതാണോ? അല്ല, ഇത് ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിന്റേതായ ആചാരമല്ലേ. ഈ വീട്ടില് മാത്രമേ ഇത്തരം ചടങ്ങുകൾ നടത്തൂ. ദുർഗയ്ക്ക് അറിയാലോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. ഒരു കുടുംബത്തിന്റേതായ ചുറ്റുപാടിൽ ഞാൻ കഴിയുന്നതൊക്കെ തന്നെ ആദ്യമായിട്ടാ.
നമ്മുടെ ലക്ഷ്യം വിജയിച്ച കിരണിനോടൊപ്പം എന്നും ഈ കുടുംബം ഉണ്ടാവും. ഞാൻ വിരിച്ചുതരാം. വേണ്ട, ദുർഗ കിടന്നു, ഞാൻ ചെയ്തോളാം. കിരൺ ഇപ്പൊ എന്റെ ഭർത്താവല്ലേ, അപ്പൊ ഇതൊക്കെ ഞാനല്ലേ ചെയ്തു തരണ്ടേ? ഇത് എന്റെ കടമയാ. ഈ പരിപാടി കൊള്ളാലോ ദുർഗ. കല്യാണം കഴിച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു അസിസ്റ്റന്റിനെ കിട്ടുമല്ലേ? അതൊക്കെ വെറുതെ തോന്നതാ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നാടകമൊക്കെ കഴിയുമ്പോ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ചു നോക്ക്. എന്റെ മനസ്സിൽ ഒരു പെണ്ണേ ഉള്ളൂ ദുർഗെ, അത് താനാ. മറ്റൊരാൾക്കും അവിടെ സ്ഥാനമില്ല. ഹലോ, ആ, എന്താ സ്വപ്നം കാണുന്നേ? ഏയ് ഒന്നുമില്ല. എങ്കിൽ കിടന്നോ. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവരൊരുമിച്ചില്ലേ കിടക്കുന്ന? എന്തോ എന്തിനാ കിരൺ താഴെ കിടക്കുന്നേ? എന്നോട് പിണക്കമായിട്ടാണോ? ആ, എനിക്ക് കിരണിനോട് പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ തന്നെ സോറി പറയാം. സോറി. വാ, വന്ന് കട്ടിലെ കിടക്ക്. വാ വാ. ആ.